ഒന്നോ രണ്ടോ അല്ല, 5, 10, 20 അതിൽ കൂടുതലോ വർഷങ്ങളായി മൈഗ്രെയിനിന്റെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നവരെ കാണാം. 3 കാര്യങ്ങളാണ് മൈഗ്രെയിൻ ട്രീറ്റ്മെന്റിൽ നോക്കേണ്ടത്. ഒന്ന്, നിങ്ങൾക്കുള്ളത് മൈഗ്രെയിൻ തന്നെയാണോ? തലവേദന ഒരു ലക്ഷണം മാത്രമാണ്, പല കണ്ടീഷൻസിലും അതുണ്ടാവാം. സോ നിങ്ങൾക്കുള്ളത് മൈഗ്രെയിൻ ആണോ, സിമിലർ ആയ വേറെ ഏതെങ്കിലും അസുഖങ്ങൾ കൂടി ഉണ്ടോ എന്ന് മനസ്സിലാക്കി മാനേജ് ചെയ്യേണ്ടതായി വരും. ഇനി നിങ്ങൾക്കുള്ളത് മൈഗ്രെയിൻ തന്നെയാണ്, എന്നാൽ പല കാര്യങ്ങളും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ചില ഭക്ഷണങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ചസ്, പല അസുഖങ്ങൾ, കഴിക്കുന്ന മെഡിസിൻസ്, ഇതൊക്കെ തന്നെ മൈഗ്രെയിനിനെ എഫക്ട് ചെയ്യും. ഈ ഫാക്ടേഴ്സ് എല്ലാവർക്കും ഒരുപോലെ ആവില്ല. ഓരോ ആളുകളുടെയും കറക്റ്റായ മൈഗ്രെയിൻ ട്രിഗേഴ്സ് കണ്ടെത്തി ക്ലിയർ ചെയ്യേണ്ടതും ട്രീറ്റ്മെന്റിൽ അത്യാവശ്യമാണ്. മൂന്നാമത് മാനേജ്മെന്റ് ആണ്. ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ട് ചികിത്സിച്ചിട്ടുണ്ടാവും, പലതും ചെയ്തു നോക്കിയിട്ടുണ്ടാവും, എന്നാൽ ഇതിന് ഒരു പ്രോപ്പർ സൊല്യൂഷൻ ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. വേദന കുറയ്ക്കാൻ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുക എന്നുള്ളതല്ല മൈഗ്രെയിൻ വരുന്നത്, അതായത് അതിന്റെ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യുന്നതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ആവശ്യം. ഓരോ ആളുകളുടെയും ശാരീരിക, മാനസിക, വൈകാരിക ലക്ഷണങ്ങൾ മനസ്സിലാക്കി അതിനനുയോജ്യമായ മെഡിസിൻസ് സെലക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ശരിയായ ഒരു ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റും ലൈഫിലെ ചില മാറ്റങ്ങളും ഫോളോ ചെയ്യുന്നവർക്ക് മൈഗ്രെയിൻ ഇംപ്രൂവ് ആവുന്നത് കാണാറുണ്ട്.